അഹിയാവിൻ്റെ മകനായ ബയശയുടെ ഗൃഹത്തെപ്പോലെയും ആക്കും. ഈസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഈസബേലിനെ ഇസ്രായേലിൻ്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. ആഹാബിൻ്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. ദുഷ്ടനായ ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് അതിധൈര്യത്തോടെ അവൻ്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സമസ്വഭാവമുള്ള നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യനായ ഏലിയാവിന് കഴിഞ്ഞത് ന്യായപ്രമാണം അങ്ങനെ കൽപ്പിച്ചിരുന്നത് കൊണ്ടാണ്. ഇനിയും ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്മാർ വഴിതെറ്റിപ്പോയ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും കഠിനമായി ശാസിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ പഴയ നിയമത്തിലുണ്ട്. കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണമെന്ന കൽപ്പന അനുസരിക്കാൻ മനസ്സ് വെച്ചതുകൊണ്ടാണ് ജീവന് ഭീഷണി ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ഈ പ്രവാചകന്മാർ ധൈര്യപൂർവ്വം രാജാക്കന്മാരെ അടക്കം ശാസിക്കാൻ തയ്യാറായത്.